الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فهو المهتد ومن يضلل فلن تجد له وليا مرشدا أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن نبينا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وآل محمد كما صليت على إبراهيم وآل إبراهيم وبارك على محمد وآل محمد كما باركت على إبراهيم وآل إبراهيم في العالمين إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته فلا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ما أفاء الله على رسوله من أهل القرى فلله وللرسول ولذي القربى واليتامى والمساكين وابن السبيل كي لا يكون دولة بين الأغنياء منكم وما آتاكم الرسول فخذوه وما نهاكم عنه فانتهوا واتقوا الله إن الله شديد العقاب. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, തഖ്വയുള്ളവരായിരിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും തഖ്വയുള്ള സജ്ജനങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ അകമ്പൊരുളിന്റെ നേതൃത്വത്തിൽ ജുമുഅ ആരംഭിച്ചിട്ട് 2 വർഷം തികയുകയാണ്. ഈ സന്ദർഭത്തിൽ നമ്മുടെ സ്വന്തമായ ഒരു ഓഫീസ് സമുച്ചയത്തിലേക്ക് ജുമുഅ മാറ്റാനും ഇതിന്റെ പ്രവർത്തനങ്ങളൊക്കെ ഒരു സ്ഥലത്ത് കേന്ദ്രീകരിക്കാനും നമുക്ക് സാധിച്ചിരിക്കുന്നു. ഇത് അള്ളാഹു നൽകിയ മഹത്തായ അനുഗ്രഹമാണ്. അള്ളാഹുവിനെ സ്തുതിക്കുകയും ആ മഹാകാരുണ്യത്തിന് നമുക്ക് ലഭ്യമായ വാക്കുകൾ വെച്ച് നന്ദി അർപ്പിക്കുകയും ചെയ്യുന്നു. അകമ്പൊരുളിന്റെ പ്രയാണത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ചുവടുവെപ്പായിരുന്നു ഖുത്ബ, ജുമുഅ. പലപ്പോഴും വീട്ടിനകത്ത്, റൂമിനകത്ത് ഒറ്റയ്ക്കിരുന്ന് റെക്കോർഡ് ചെയ്യുന്നത് എന്നൊക്കെ പരിഹസിച്ചിരുന്നുവെങ്കിലും അതിനൊന്നും മറുപടി പറയാൻ നമ്മൾ പോയിട്ടില്ല. നാം ഇക്കഴിഞ്ഞ 2 വർഷങ്ങളിലായി നടത്തി വന്ന ഖുത്ബകൾ ചിന്തിക്കുന്ന ആളുകൾക്കിടയിൽ വലിയ തോതിൽ പ്രചരിക്കുകയും അവരുടെ ചിന്താമണ്ഡലത്തെ അത് സ്വാധീനിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കേരളത്തിൽ പണ്ഡിതന്മാർക്കിടയിലും മുസ്ലിം സമൂഹത്തിനിടയിലും നടക്കുന്ന ചർച്ചകൾ ശ്രദ്ധിക്കുന്ന ആർക്കും ബോധ്യപ്പെടും. നമ്മൾ അത്രയേ ഉദ്ദേശിക്കുന്നുള്ളൂ. അകമ്പൊരുളൊരു സംഘടനയായി ഈ കേരളത്തിൽ മറ്റ് സംഘടനകൾക്കിടയിൽ ഒരു വിലാസമുണ്ടാക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഒരിക്കലും അങ്ങനെ ഉണ്ടാവുകയുമില്ല. അകമ്പൊരുളൊരു ചിന്താ പ്രസ്ഥാനം എന്നുള്ള നിലക്ക് എങ്ങനെയാണോ ഇവിടെ മദ്ഹബുകളൊക്കെ നിലകൊള്ളുന്നത്, ആ രീതിയിൽ മനുഷ്യന്റെ ചിന്താമണ്ഡലങ്ങളെ സ്വാധീനിക്കുന്ന വിധത്തിലുള്ള പ്രവർത്തികളാണ് നാം ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ ആഗ്രഹിക്കുന്നത്. ആക്ടിവിസം നമ്മുടെ രീതിയായി സ്വീകരിക്കുന്നില്ല. ഇത് ഒരു ജ്ഞാനമാർഗം എന്നുള്ള നിലക്ക് കേരളത്തിൽ, ഇന്ത്യയിൽ മുസ്ലിം സമൂഹത്തിന്റെ പൊതുവായ നവോത്ഥാനവും പരിഷ്കരണവുമാണ് നാം ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിലുള്ള സംഘടനാ ബഹളങ്ങളൊന്നും
നമ്മളിൽ നിന്ന് കേരളം അല്ലെങ്കിൽ പൊതുസമൂഹം പ്രതീക്ഷിക്കേണ്ടതില്ല, പ്രതീക്ഷിക്കുന്നുമില്ല എന്നറിയാം. ചിന്താപരമായി ഇപ്പോൾ പോകുന്നത് പോലെ മെല്ലെ അങ്ങ് പോകാനാണ് ആഗ്രഹിക്കുന്നത്. നാം പ്രവാചകന്റെ വിവാഹ ജീവിതവുമായി ബന്ധപ്പെട്ട്, കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട് സമൂഹത്തിൽ നിലവിലുള്ള തെറ്റിദ്ധാരണകളെ തുറന്നു കാണിക്കുകയായിരുന്നു കഴിഞ്ഞ ഏതാനും ആഴ്ചകളിലുള്ള ഖുതുബകളിലൂടെ. അതിനിടയിൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള ക്യാമ്പ് നടക്കുന്നതിനാൽ കഴിഞ്ഞ ആഴ്ച അവരെ ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഒരു ഖുതുബയായിരുന്നു. അപ്പോൾ ആ വിഷയത്തിന്റെ തുടർച്ചയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പ്രവാചകന്റെ വ്യക്തിത്വത്തെ അപകീർത്തിപ്പെടുത്തുവാനും തേജോവധം ചെയ്യുവാനും പ്രവാചകനെ സമൂഹത്തിന് മുന്നിൽ ഇടിച്ച് താഴ്ത്തുവാനും മഹാഗുരുവെന്ന നിലക്കുള്ള പ്രവാചകന്റെ വിലാസത്തെ ഇല്ലാതാക്കുവാനും വേണ്ടി ശ്രമിച്ച ആരൊക്കെയോ ഒരുപാട് ഭാര്യമാരെ സങ്കല്പിച്ച് പ്രവാചകന്റെ മേൽ ചാർത്തിക്കൊടുക്കുകയും ആരോപിക്കുകയും അങ്ങനെ ഒരുപാട് സ്ത്രീകളോടൊപ്പം ജീവിക്കുന്ന ഒരു ലംബടനായി പ്രവാചകനെ ചിത്രീകരിക്കുകയും ചെയ്തു. യഥാർത്ഥത്തിൽ നാം പറഞ്ഞു, റസൂലുള്ളാഹിക്ക് 2 ഭാര്യമാരെ ഉണ്ടായിട്ടുള്ളൂ. ഒരു സമയത്തൊരു ഭാര്യ മാത്രം, അത് ഖദീജ ബീവിയാണ്. ഖദീജ ബീവിയുടെ കൂടെ പ്രവാചകൻ ഏതാണ്ട് 27 വർഷത്തോളം ജീവിച്ചു. പിന്നീടുള്ളത് മാരിയ ആണ്. മാരിയ പ്രവാചകന്റെ ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിൽ ചേർന്നവരാണ്. അവരിൽ ഇരുവരിലും പ്രവാചകന് മക്കളുണ്ടായിട്ടുണ്ട്. മറ്റ് ഭാര്യമാരെന്ന് പറയപ്പെടുന്നവരൊന്നും പ്രവാചകന്റെ ഭാര്യമാരായിരുന്നില്ല എന്നും അത് പ്രവാചകന്റെ ശിഷ്യകളായിരുന്നുവെന്നും പ്രവാചകനോടൊപ്പം ജ്ഞാനയാത്രയിൽ പങ്കെടുത്തവരാണ് അവരെന്നും നാം പറഞ്ഞു. അപ്പോൾ പലർക്കും സംശയമുള്ളത് ആയിഷ ബീവി പ്രവാചകന്റെ ഭാര്യയല്ല എന്ന് പറയുന്നത് ഉൾക്കൊള്ളാൻ പ്രയാസമുണ്ട് എന്നാണ്. കാരണം ആയിഷ ബീവി പ്രവാചകന്റെ ഭാര്യയാണ് എന്ന് നാം പറയുകയും പഠിക്കുകയും പഠിപ്പിക്കുകയും നമ്മുടെ മസ്തിഷ്കത്തിൽ അങ്ങനെ മുദ്രണം ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതിനാൽ ആയിഷ ബീവി ഭാര്യയല്ല എന്ന് പറയുമ്പോൾ അത് ഇളക്കി മാറ്റാൻ അല്പം പ്രയാസമുണ്ട്. മാത്രമല്ല, മുസ്തഫ മൗലവി തന്നെ മുമ്പ് ആയിഷ ബീവി ഭാര്യയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആയിഷ ബീവിയുടെ പ്രായം 6 അല്ല 18 ആണ്. 18ാം വയസ്സിലാണ് വിവാഹിതയായത് എന്ന് മുസ്തഫ മൗലവി തന്നെ ചില പ്രഭാഷണങ്ങളിലും ഖുതുബകളിലും പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ എന്തുകൊണ്ടാണ് ഇപ്പോഴിങ്ങനെ പറയുന്നത് എന്നാണ് ചോദ്യം. തീർച്ചയായും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആയിഷ ബീവി പ്രവാചകന്റെ പത്നിയാണ് എന്ന് തന്നെയായിരുന്നു ഞാനും എല്ലാവരെയും പോലെ ധരിച്ചിരുന്നത്. പക്ഷേ വിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന പ്രവാചകനെ കുറിച്ചുള്ള പാഠങ്ങൾ നമ്മെ സ്വാധീനിക്കുകയും ഒരു തരത്തിലുള്ള മോശമായ പ്രവൃത്തിയും മറ്റുള്ളവർക്ക് മുന്നിൽ പറയാൻ കഴിയാത്ത, മറ്റുള്ളവർക്ക് മുന്നിൽ മാനക്കേടില്ലാതെ അവതരിപ്പിക്കാൻ പറ്റാത്ത, അപമാനഭാരത്തോടുകൂടി പറയാൻ കഴിയുന്ന ഒരു കാര്യവും പ്രവാചകന്റെ കാര്യത്തിൽ ഉണ്ടാവാൻ പാടില്ല എന്ന് ഖുർആൻ തീർത്ത് പറയുന്നുണ്ട്. ഉന്നതമായ സ്വഭാവത്തിന്റെ ഉടമ, മാതൃകായോഗ്യനായ പ്രവാചകൻ, എക്കാലത്തേക്കും മാതൃക എന്നിങ്ങനെയൊക്കെ പ്രവാചകനെ കുറിച്ച് ഖുർആൻ വീണ്ടും വീണ്ടും പറയുമ്പോൾ ആ പ്രവാചകനിൽ നിന്ന് തന്റെ മകളേക്കാൾ പ്രായം കുറഞ്ഞ ഒരു പെൺകുട്ടിയെ വിവാഹം ചെയ്തു എന്ന് സങ്കല്പിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. അങ്ങനെയാണ് ആയിഷ ബീവി പ്രവാചകന്റെ പത്നി തന്നെയോ എന്ന ഒരു അന്വേഷണം ഞാൻ വീണ്ടും ആരംഭിച്ചത്. അപ്പോഴാണ് പ്രവാചകന്റെ പത്നി എന്നുള്ള നിലക്ക് ആയിഷ ബീവിയെ അവതരിപ്പിക്കുന്ന കിതാബുകളിൽ അത് സംബന്ധിച്ച റിപ്പോർട്ടുകളിലുള്ള വൈരുദ്ധ്യങ്ങൾ എന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ആ വൈരുദ്ധ്യങ്ങളാണ് ഞാൻ ഇന്നിവിടെ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നത്. ആയിഷ ബീവി പ്രവാചകന്റെ ഭാര്യയല്ലെന്നും ആയിഷ ബീവിയെ പ്രവാചകൻ വിവാഹം ചെയ്തിട്ടില്ലെന്നും ഇപ്പറയപ്പെടുന്ന ഉദ്ധരണികളിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നാം പൊതുവായ ചില ചരിത്ര വസ്തുതകൾ പഠിക്കുകയും അത് ശരിയാണെന്ന മട്ടിൽ മുന്നോട്ട് പോവുകയും ചെയ്യുന്നവരാണ്. പക്ഷേ അതിലുള്ള വൈരുദ്ധ്യങ്ങളെ, അതിലുള്ള തെറ്റായ കാര്യങ്ങളെ നാം സൂക്ഷ്മമായി അപഗ്രഥിച്ച് പഠിക്കുമ്പോഴാണ് അത് എത്രത്തോളം വസ്തുതാവിരുദ്ധമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. എന്തിനാണ് ആയിഷ ബീവിയെ പ്രവാചകന്റെ ഭാര്യയായി ചിത്രീകരിക്കുന്നത്? അതുകൊണ്ടുള്ള നേട്ടം എന്താണ് എന്ന് ചോദിച്ചാൽ അവിടെ നാം മനസ്സിലാക്കേണ്ടത് അവിടെ വലിയ ഒരു പൊളിറ്റിക്സ് ഉണ്ട് എന്നുള്ളതാണ്. ആയിഷ ബീവിയുടെ വിവാഹത്തെയാണ് ഹദീസിന്റെ ഗ്രന്ഥങ്ങളും ചരിത്ര ഗ്രന്ഥങ്ങളുമെല്ലാം ആഘോഷിച്ചിട്ടുള്ളത്. 27 വർഷം തന്റെ ജീവിതത്തിന്റെ ഭൂരിഭാഗം കാലവും ഒന്നിച്ച് ജീവിച്ച ഖദീജ ബീവിയെ കുറിച്ച് വലിയ ചരിത്രങ്ങളൊന്നും നമുക്ക് കാണുക സാധ്യമല്ല. ഖദീജ ബീവി റിപ്പോർട്ട് ചെയ്ത ഹദീസുകളേ ഇല്ല. എന്നാൽ ആയിഷ ബീവിയെ ആഘോഷിക്കുന്നു. എന്നിട്ട് ആയിഷ ബീവിയുടെ പേരിൽ ഒരുപാട് ഹദീസുകൾ പുറത്തിറക്കുന്നു.
പ്രവാചകന്റെ കിടപ്പറ രഹസ്യങ്ങൾ എന്ന പേരിൽ, പ്രവാചകന്റെ കുടുംബ രഹസ്യങ്ങൾ എന്ന പേരിൽ, പ്രവാചകന്റെ ദാമ്പത്യ രഹസ്യങ്ങൾ എന്ന പേരിൽ, പ്രവാചകന്റെ രാത്രികാല ജീവിതം എന്ന പേരിലൊക്കെ പുറത്തിറക്കുന്ന ഹദീസുകളാണ് യഥാർത്ഥത്തിൽ പ്രവാചകനെ കുറിച്ചുള്ള മോശമായ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുള്ളത്. അപ്പോൾ ആയിഷ ബീവിയെ പ്രവാചകന്റെ പത്നി എന്ന വിലാസത്തിലേക്ക് കൊണ്ടുവന്നാൽ മാത്രമേ റസൂലുള്ളാഹിനെ കുറിച്ച് ഇത്തരത്തിലുള്ള വേണ്ടാധീനങ്ങളും വൃത്തികേടുകളും എഴുതി വെക്കാൻ സാധിക്കൂ എന്നുള്ളത് കൊണ്ടാണ് ആയിഷ ബീവിയെ പ്രവാചക പത്നി പദത്തിൽ പ്രതിഷ്ഠിച്ചത്. എന്നിട്ട് അതിനുശേഷം ആയിഷ ബീവിയുടെ പേരിൽ ഇങ്ങനെയുള്ള ഹദീസുകൾ ഉണ്ടാക്കുകയായിരുന്നു. എന്തെന്തൊക്കെ വൃത്തികേടുകൾ പ്രവാചകനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ അതൊക്കെയും റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ആയിഷ ബീവിയുടെ പേരിലാണ് എന്ന് നമ്മൾ അറിയണം. ഇത് ആയിഷ ബീവി അറിഞ്ഞിട്ടല്ല, ആയിഷ ബീവി പറഞ്ഞിട്ടുമല്ല, മറിച്ച് ആയിഷ ബീവി എന്ന ഒരു ടൂളിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഇവർ പ്രവാചകന്റെ വ്യക്തിത്വത്തെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചിട്ടുള്ളത് എന്ന് നമ്മൾ അറിയണം. ഇനി നമുക്ക് വസ്തുതകളിലേക്ക് വരാം. ആയിഷ ബീവിയുടെ വിവാഹം നടക്കുന്നതിന്റെ തുടക്കം ഹദീസ് ഗ്രന്ഥങ്ങളിൽ തബഖാത്തുൽ കുബ്ര എന്ന കിതാബിലും താരീഖു തബ്രിയിലും ഇബ്നു ഇസ്ഹാഖിലുമെല്ലാം ഇതൊക്കെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് അംഗീകരിക്കുന്ന ആധികാരിക ഗ്രന്ഥങ്ങളാണ്, ചരിത്ര ഗ്രന്ഥങ്ങളാണ്, സീറ പുസ്തകങ്ങളാണ്. ഈ കിതാബുകളിലൊക്കെ എഴുതി വെച്ചിട്ടുള്ള വസ്തുതകളാണ് ഞാനിവിടെ പറയുന്നത്. ഒന്നും ശൂന്യതയിൽ നിന്നെടുത്ത് പറയുന്നതല്ല എന്നർത്ഥം. അതിൽ പറയുന്നു, ഒരു ദിവസം ജാഅത്ത് ഹൗല ബിന്തു ഹക്കീം അസ്സലമിയ, സലമിയ ഗോത്രക്കാരിയായ ഹൗല എന്ന സ്ത്രീ വന്നു ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകന്റെ അരികിലേക്ക് വന്നു. ഇദ്ദേഹം ഉസ്മാൻ ബിൻ മദ്ഊന്റെ ഭാര്യയാണ്. ഉസ്മാൻ ബിൻ മദ്ഊന്റെ ഭാര്യയായ ഹൗല പ്രവാചകന്റെ അരികിലേക്ക് വന്നു. അപ്പോൾ പ്രവാചകൻ ഇങ്ങനെ കുന്തിച്ചിരിക്കുകയാണ്, വെറുതെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഈ സ്ത്രീ ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലയോ പ്രവാചകരെ, കഅന്നി അറാക ഖദ് ദഖൽതുക ഹല്ല, നിങ്ങൾ ഇങ്ങനെ ഏകാന്തനായി ഇരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഞാൻ അങ്ങ് ഇങ്ങനെ വിഷമിച്ച് ആണല്ലോ കാണുന്നത്, അതുകൊണ്ട് എന്താണ് അങ്ങയുടെ പ്രശ്നം എന്ന് ചോദിച്ചു. അപ്പോൾ പ്രവാചകൻ പറഞ്ഞു, ഖദീജ മരണപ്പെട്ടതാണ്. ഖദീജ എന്റെ കാനത്ത് ഉമ്മുൽ ഇയാലി വറബ്ബത്തുൽ ബൈത്ത്, അവരാകുന്നു എന്റെ ഗൃഹനാഥ, അവരാണ് എന്റെ കുടുംബത്തെയൊക്കെ മുന്നോട്ട് നയിച്ചിരുന്നത്. ഖദീജ മരണപ്പെട്ട ദുഃഖത്തിലാണ് ഞാൻ എന്ന് പ്രവാചകൻ പറഞ്ഞു. ഖാലത്ത്, അപ്പോൾ ഈ ഹൗല ചോദിക്കുന്നു, ഫല അഖ്തുബു അലൈക്, ഞാൻ നിങ്ങൾക്കൊരു വിവാഹാന്വേഷണവുമായി വരട്ടെ? പ്രവാചകനോട് ചോദിക്കുന്നു. ഖാല ബല, പ്രവാചകൻ പറഞ്ഞു, ആയിക്കോട്ടെ, കുഴപ്പമില്ല. ഫഇന്നകുന്ന മഅശറൻ നിസാഇ അർഫഖു ബിദാലിക്, നിങ്ങൾക്ക് സ്ത്രീകൾക്ക് അക്കാര്യങ്ങളൊക്കെ പെട്ടെന്ന് മനസ്സിലാകുമല്ലോ. അങ്ങനെ ഫഖതബത്ത് അലൈഹി, സൗദ വിവാഹാന്വേഷണം നടത്തി. സൗദ ബിന്ത് സംആ വ ആയിഷ ബിന്ത് അബൂബക്കർ, രണ്ടാളെയും ഒരേ സമയത്ത് വിവാഹാന്വേഷണം നടത്തി, സൗദിയെയും ആയിഷയെയും. അങ്ങനെ ഫതസവ്വജഹുമ, രണ്ടാളെയും പ്രവാചകൻ വിവാഹം ചെയ്തു. ഇതാണ് തബഖാത്തുൽ കുബ്രയിലും താരീഖു തബ്രിയിലും ഇബ്നു ഇസ്ഹാഖിലും ഒക്കെ എഴുതി വെച്ചിട്ടുള്ളത്. എന്ന് വെച്ചാൽ പ്രവാചകൻ ഖദീജ ബീവി വഫാത്തായ ആ മാസം, റമദാനിലാണ് വഫാത്താകുന്നത്. ആ മാസത്തിൽ പ്രവാചകൻ ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോ വന്ന് ചോദിക്കുകയും ഒരേ സമയത്ത് രണ്ടാളുകളെ വിവാഹാന്വേഷണം നടത്തുകയും രണ്ടുപേരെ വിവാഹം നടത്തുകയും ചെയ്തു എന്നാണ് ഈ കിതാബുകളിലൊക്കെ ഉള്ളത്. ഇനി അല്പം കൂടി ഇതിനെ വിശദീകരിച്ചുകൊണ്ട് ഇബ്നു റാഹവൈഹി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് കാണുക. ഈ ഹൗല വന്നിട്ട് റസൂലിനോട് ചോദിച്ചു, അലാ തതസവ്വജ്, അങ്ങേക്ക് വിവാഹം ചെയ്തൂടെ? അപ്പോൾ ഖാല, റസൂൽ ചോദിച്ചു, മൻ, ആരെയാണ് ഞാൻ വിവാഹം ചെയ്യേണ്ടത്? ഖാലത്ത്, അപ്പോൾ ഹൗല പറഞ്ഞു, ഇൻ ശിഇത ബിക്റൻ വ ഇൻ ശിഇത സയ്യിബ, നിങ്ങൾക്ക് കന്യകയെ വേണോ അതല്ല വിധവയെയാണോ വേണ്ടത്? കന്യകയെ വേണമെങ്കിൽ ഞാൻ കന്യകയെ ശരിയാക്കി തരാം, വിധവയെയാണ് വേണ്ടതെങ്കിൽ വിധവയെ ഞാൻ ശരിയാക്കി തരാമെന്ന് ഹൗല പ്രവാചകനോട് പറയുന്നു. ഫഖാല, അപ്പോൾ പ്രവാചകൻ ചോദിച്ചു, മനിൽ ബിക്റു, ആരാണ് കന്യക? അപ്പോൾ ഖാലത്ത്, ഹൗല പറഞ്ഞു, ഇബ്നതു അഹബ്ബി ഖൽഖില്ലാഹി ഇലൈക ആയിഷ, നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തിന്റെ മകൾ ആയിഷയാണ് കന്യകയെ എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത്. ഖാല, അപ്പോൾ പ്രവാചകൻ ചോദിച്ചു, ഫമനി സയ്യിബു, ആരാണ് വിധവ? അപ്പോൾ ഖാലത്ത്, അവര് പറഞ്ഞു, സൗദ ബിന്ത് സംആ, സൗദയെ ആണ് ഞാൻ ഉദ്ദേശിച്ചത്. ഖാല, അപ്പോൾ റസൂൽ പറഞ്ഞു, ഫദ്ഹിബി, നീ അവരുടെ അരികിലേക്ക് പോവുക. ഫദ്കുരീഹിമ, അവരോട് ഇരുവരോടും കാര്യങ്ങൾ പറയുക, എന്നിട്ട് അന്വേഷിച്ചു വരിക എന്ന് പറഞ്ഞിട്ട് പ്രവാചകൻ ഹൗലയെ പറഞ്ഞയച്ചു എന്നാണ്. ഈ ഒരൊറ്റ സംഭവത്തിൽ നിന്ന് തന്നെ കാര്യങ്ങൾ വ്യക്തമാണ്. ഒന്ന്, പ്രവാചകൻ ആമുൽ ഹുസൻ, ദുഃഖവർഷം എന്ന് അടയാളപ്പെടുത്തിയ വർഷമാണ് ഖദീജ ബീവിയും അബൂ താലിബും മരണപ്പെട്ട വർഷം. ദുഃഖവർഷമാണ്. പ്രവാചകൻ ആകെ ശൂന്യനായി പോയ, അല്ലെങ്കിൽ പ്രവാചകൻ ശൂന്യതയിലേക്ക് എടുത്തെറിയപ്പെട്ടതുപോലുള്ള ഒരു അവസ്ഥയിലേക്കായി പോയ വർഷമാണ് ആമുൽ ഹുസൻ, ദുഃഖവർഷം. ഹിജ്റയല്ല, നുബുവത്തിന്റെ 10-ാം വർഷം. നുബുവത്തിന്റെ 10-ാം വർഷമാണ് അബൂ താലിബ് മരിക്കുന്നത്. അത് കഴിഞ്ഞ് 1 മാസവും 5 ദിവസം കഴിയുമ്പോൾ ഖദീജ ബീവിയും മരിക്കുന്നു. 2 പേരും മരണപ്പെട്ടു. ആ മരണപ്പെട്ട ദുഃഖത്തിലാണ് പ്രവാചകനുള്ളത്. റമദാനിലാണ് ഖദീജ ബീവി മരണപ്പെടുന്നത്.
ഷവ്വാലിലാണ് ഈ വിവാഹം നടക്കുന്നത് എന്നാണ് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലൊക്കെ എഴുതി വെച്ചിട്ടുള്ളത്. ഏത് വിവാഹം? ആയിഷ ബീവിയുടെ വിവാഹം നടക്കുന്നത് ഷവ്വാലിലാണ്. അത് ആയിഷ ബീവി തന്നെ പറയുന്നതായിട്ട് കാണുന്നു. ആയിഷ ബീവി പറയുന്നു, തസവ്വജനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ എന്നെ വിവാഹം ചെയ്തു ഷവ്വാൽ മാസത്തിൽ സന അശ്റ മിൻ നുബുവ, 10-ാം വർഷം, നുബുവത്തിന്റെ 10-ാം വർഷം ഷവ്വാൽ മാസം പ്രവാചകൻ എന്നെ വിവാഹം ചെയ്തു. ഖബ്ലുൽ ഹിജ്റ ലി 3 സിനീന, ഹിജ്റക്ക് മുമ്പ് 3 വർഷങ്ങൾക്ക് മുമ്പ്. അനബ്നു 6 സിനീൻ, അന്ന് എനിക്ക് 6 വയസ്സാണ്. 6 വയസ്സുള്ള എന്നെ പ്രവാചകൻ ഹിജ്റ 10-ാം വർഷം ഷവ്വാലിൽ വിവാഹം ചെയ്തു. ശ്രദ്ധിച്ചു കേൾക്കണേ. ഷവ്വാലിൽ ഹിജ്റ നുബുവത്തിന്റെ 10-ാം വർഷം ഷവ്വാലിൽ പ്രവാചകൻ എന്നെ 6 വയസ്സുള്ളപ്പോൾ വിവാഹം ചെയ്തു. ഖദീജ ബീവി മരിക്കുന്നത് റമദാനിൽ, വിവാഹം നടക്കുന്നത് ഷവ്വാലിൽ, 1 മാസത്തിന്റെ വ്യത്യാസം. അപ്പൊ ഖദീജ ബീവി മരണപ്പെട്ട ദുഃഖവർഷം എന്നൊക്കെ പ്രവാചകൻ പറഞ്ഞ ആ കാലത്ത് 1 മാസം തികയുന്നതിന് മുമ്പ് ആയിഷ ബീവിയെ പ്രവാചകൻ കല്യാണം കഴിക്കുന്നു. കഥ അവിടെയല്ല. അതിനിടയിൽ പ്രവാചകൻ തായിഫിലേക്ക് ഒരു ഹിജ്റ പോകുന്നുണ്ട്. ഖദീജ ബീവിയും അബൂ താലിബും മരണപ്പെട്ടപ്പോൾ ഈ ഖുറൈശികൾ ഒന്നാകെ, അബൂജഹലും അബൂ സുഫിയാനും ഉൾപ്പെടുന്ന ഖുറൈശിപ്പട ഒന്നാകെ പ്രവാചകനെ വലയം ചെയ്തു. ഇനി നിനക്കൊരു രക്ഷയില്ല, നിനക്ക് അഭയം നൽകിയവരൊക്കെ മരിച്ചുപോയി, നിന്നെ ഞങ്ങൾ ശരിപ്പെടുത്തുമെന്ന് പറഞ്ഞിട്ട് പ്രവാചകനെ ഇങ്ങനെ വലയം ചെയ്ത് പ്രവാചകന്റെ ചുറ്റും അവരിങ്ങനെ ഭീഷണിയും പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്ന സമയം. അപ്പോഴാണ് പ്രവാചകൻ മക്ക വിട്ടും എങ്ങോട്ടെങ്കിലും പോകണമെന്ന് തോന്നുന്നത്. ഖദീജ ഇല്ലാത്ത മക്കയിൽ ജീവിക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞിട്ട് പ്രവാചകൻ പോകാൻ തീരുമാനിക്കുന്നത്. അങ്ങനെ പ്രവാചകൻ എങ്ങോട്ട് പോകുന്നു? തായിഫിലേക്ക് പോകുന്നു. തായിഫിലേക്ക് പോകുന്നത് എപ്പോഴാ? അതേ കിതാബിൽ തന്നെ പറയുന്നു, തനാവലത്ത് ഖുറൈശും മിർ റസൂലില്ലാ, പ്രവാചകനെ ഖുറൈശികളൊക്കെ ഇങ്ങനെ വലയം ചെയ്തപ്പോൾ വജ്തറഉ അലൈഹി, അങ്ങനെ അവര് പ്രവാചകനെ വല്ലാതെ പ്രയാസപ്പെടുത്തി. അങ്ങനെ ഫഖറജ ഇല തായിഫി, തായിഫിലേക്ക് പ്രവാചകൻ പോയി. വമഅഹു സയ്യിദ് ഇബ്നു ഹാരിസ, പ്രവാചകനോടൊപ്പം സയ്യിദുമുണ്ട്. വദാലിക ഫീ ലയാലിൻ ബഖീന മിൻ ശവ്വാൽ സന അശ്റ മിൻ നുബുവ, അത് 10-ാം വർഷം ഷവ്വാൽ മാസത്തിലായിരുന്നു. അതേ കിതാബില് ഈ കള്ളത്തിൽ എഴുതുമ്പോൾ അപ്പുറം ഇപ്പുറം എഴുതുമ്പം മാറിപ്പോകുന്നത് ഇവർ ശ്രദ്ധിച്ചില്ല. ഷവ്വാൽ മാസത്തിൽ പ്രവാചകൻ തായിഫിലേക്ക് ഹിജ്റ പോയി ശത്രുക്കളുടെ അക്രമം സഹിക്കവയ്യാതെ. അതേ കിതാബിൽ പറയുന്നു ഷവ്വാൽ മാസത്തിൽ പ്രവാചകൻ ആയിഷ ബീവിയെ വിവാഹം ചെയ്തു. ഇതൊന്നും നിങ്ങൾ ആലോചിച്ച് നോക്കി. പ്രവാചകൻ പ്രശ്നത്തിങ്ങനെ കെട്ടിക്കുടുങ്ങി കിടക്കുന്ന അവസ്ഥയിൽ ഹൗല വന്നിട്ട് ചോദിക്കുന്നു, നിങ്ങൾ എന്താ ഇങ്ങനെ ഇരിക്കുന്നത്, കല്യാണം കഴിച്ചുകൂടെന്ന് ചോദിക്കുന്നു. കല്യാണാലോചന നടക്കുന്നു, കല്യാണം കഴിക്കുന്നു ഷവ്വാലിൽ. മറ്റൊരു ഭാഗത്ത് എഴുതി വച്ചിരിക്കുന്നു, പ്രവാചകന് നിക്കക്കള്ളിയില്ലാതെ ശത്രുക്കൾ ഇങ്ങനെ വലയം ചെയ്ത് മർദ്ദിച്ച് പ്രയാസപ്പെടുത്തിക്കൊണ്ടിരുന്നപ്പോൾ രക്ഷയില്ലാതെ പ്രവാചകൻ മക്ക വിട്ട് ഓടിപ്പോകേണ്ടി വരുന്നു. അങ്ങനെ തായിഫിലേക്ക് ഹിജ്റ പോകുന്നു. ഇതിലേതെങ്കിലും ഒന്ന് മാത്രമായിരിക്കുമല്ലോ ശരി. അപ്പോൾ ഇതെങ്ങനെ ശരിയാകും? ഈ പ്രശ്നങ്ങൾക്ക് നടുവിൽ അതും പ്രവാചകൻ 1 അല്ല 2 കല്യാണം. സൗദയെ കല്യാണം കഴിക്കുന്നു, ആയിഷയെ കല്യാണം കഴിക്കുന്നു. ആയിഷയ്ക്ക് എത്ര വയസ്സ്? 6 വയസ്സ്. വയസ്സിന്റെ കാര്യം നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഇവര് പറയുന്ന കിതാബിൽ തന്നെ പ്രവാചകൻ ആയിഷ ബീവിയെ വിവാഹം ചെയ്തു എന്ന് ഇവര് പറഞ്ഞിരിക്കുന്ന കിതാബുകൾ വെച്ചുകൊണ്ട് തന്നെ ആ വിവാഹം ചെയ്തു എന്നത് അംഗീകരിക്കുകയാണെങ്കിൽ, നമ്മൾ വാദത്തിന് വേണ്ടി അംഗീകരിച്ചു കൊടുക്കുക എങ്കിൽ പോലും ഇവര് പറയുന്ന 6 വയസ്സോ 8 വയസ്സോ 9 വയസ്സോ 10 വയസ്സോ ഒന്നും അല്ല. ആയിഷ ബീവിക്ക് 19-20 വയസ്സാണ്. അത് മറ്റൊരു വിഷയമാണ്. ഞാൻ പറയുന്നത് ആയിഷ ബീവിയെ വിവാഹം ചെയ്തു എന്ന് പറയുന്ന വാർത്ത തന്നെ കള്ളമാണ്. ആയിഷ ബീവിയെ പ്രവാചകൻ വിവാഹം ചെയ്തിട്ടില്ല. ആയിഷ ബീവിയോടൊപ്പം റസൂലുള്ള ഭാര്യ ഭർത്താക്കന്മാരെന്ന അർത്ഥത്തിൽ ജീവിച്ചിട്ടേയില്ല. കാരണം ഷവ്വാലിൽ പ്രവാചകൻ വിവാഹം ചെയ്തു എന്ന് ആയിഷ ബീവി പറയുന്നു. അതേ ഷവ്വാലിൽ പ്രവാചകൻ തായിഫിലേക്ക് ഹിജ്റ പോയി എന്ന് പറയുന്നു. ഇതെങ്ങനെയാണ് ശരിയാകുന്നത്? പ്രവാചകൻ ഖദീജ ബീവി മരണപ്പെട്ടിട്ട് 1 മാസം തികയുന്നതിന് മുമ്പ് വിവാഹം ചെയ്തുവെന്ന് സങ്കല്പിക്കുക സാധ്യമല്ല. കാരണം പ്രവാചകൻ ആമുൽ ഹുസൻ, ദുഃഖവർഷം എന്ന് വിശേഷിപ്പിച്ച വർഷമാണത്. അപ്പോൾ അത് നടന്നിട്ടില്ലെന്ന് ഉറപ്പ്. സൗദ ബീവിയും പ്രവാചകന്റെ ഈ രീതിയിൽ വിവാഹം ചെയ്തു എന്നാണ്. എന്നിട്ട് ആരാണ് കന്യക എന്ന് പ്രവാചകൻ ചോദിച്ചു. ആ ചോദ്യത്തിൽ ഒരുപാട് സംഗതികളുണ്ട്. ആരാണ് കന്യക എന്ന് പ്രവാചകൻ ചോദിച്ചു. പിന്നെ ചോദിക്കുന്നു ആരാണ് വിധവ. അപ്പൊ ഹൗല പറയുന്നു ഇവിടെ വേറൊരു കാര്യമുള്ളത്, പ്രവാചകന്റെ കൂടെ അബൂബക്കർ സിദ്ദീഖ് ഉണ്ട്, ഉമറുൽ ഫാറൂഖ് ഉണ്ട്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ഉണ്ട്, അലി ഇബ്നു അബി താലിബ് ഉണ്ട്, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് ഉണ്ട്, തൽഹയുണ്ട്, സുബൈർ ഉണ്ട്. ഇവരൊക്കെ ഉള്ളപ്പോഴും ഇവരൊന്നും റസൂലുള്ളാഹിനെ കുറിച്ച് ഒന്നും ചോദിക്കാതെ
ഹൗല എന്ന് പറയുന്ന സലമിയ ഗോത്രക്കാരിയായ ഒരു പെണ്ണ് വന്നിട്ട് പ്രവാചകനോട് എന്തെങ്കിലും ഇങ്ങനെ ഒറ്റക്ക് കൊന്തിച്ചിരിക്കുന്നു, നിങ്ങൾക്കൊരു കല്യാണമൊക്കെ കഴിച്ചൂടെ എന്ന് ചോദിക്കുന്നു. പ്രവാചകൻ പറയുന്നു ആയിക്കോട്ടെ എന്ന് പറയുന്നു. എന്നിട്ട് ഈ പെണ്ണ് പോയിട്ട് കല്യാണം ഒപ്പിച്ചു കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ആലോചിക്കണം. ആരാണ് മുഹമ്മദ് നബി? മുഹമ്മദ് നബിയുടെ ചുറ്റുമുള്ളവർ ആരായിരുന്നു? എന്താണ് റസൂലുള്ള ഇങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ ദുഃഖാർത്ഥനായിരിക്കുമ്പോൾ ഇവരാരും കൂടെ ഉണ്ടായിരുന്നില്ലേ? ഈ സ്ത്രീ പോയിട്ട് കല്യാണം ആലോചിച്ചിട്ട് വേണോ അബൂബക്കർ സിദ്ദീഖ് അറിയാൻ? എന്നിട്ട് അബൂബക്കർ സിദ്ദീഖ് പറയുന്ന വർത്താനം എന്താണ്? ഇഷ്ടമില്ലാന്ന് 100% ബുദ്ധിയുള്ള ഏതൊരു മനുഷ്യനും ബോധ്യപ്പെടുന്ന വിധത്തിൽ മറുപടി പറഞ്ഞു. എന്താ പറഞ്ഞതെന്നറിയോ? വഹൽ തുസ്ലഹു ലഹു ഇന്നമാ ഹിയ ഇബ്നതു അഖീഹി. അല്ല, ഈ ഹൗല പോയിട്ട് ആയിഷയെ കല്യാണം ആലോചിക്കുകയാണ്, 6 വയസ്സുള്ള കുട്ടിയെ കല്യാണം ആലോചിക്കുകയാണ്. അപ്പൊ അബൂബക്കർ പറയുന്നത് അതെങ്ങനെ ശരിയാകുക? മൂപ്പർക്ക് എങ്ങനെ എന്റെ മോള് പറ്റുക? അത് ഞങ്ങൾ തമ്മിൽ സഹോദരങ്ങളല്ലേ, സഹോദരന്റെ ഭാര്യ മകളെ പറ്റുമോ? അപ്പൊ അബൂബക്കർ സിദ്ദീഖ് തന്റെ നീരസം, തന്റെ അതൃപ്തി അറിയിച്ചു. എന്നിട്ടും മുഹമ്മദ് നബിക്ക് മനസ്സിലായില്ല. എന്നിട്ട് ഈ സ്ത്രീ പോയിട്ട് റസൂലിനോട് പറയുന്നു, അബൂബക്കർ സിദ്ദീഖ് ഇങ്ങനെയാണ് പറഞ്ഞത്, ഓൾ നിങ്ങൾക്ക് പറ്റൂലത്രേ. അപ്പൊ റസൂല് പറഞ്ഞു, ഇർജിഇ ഇലൈഹി, നീ പെട്ടെന്ന് അബൂബക്കറിലേക്ക് തിരിച്ചു പോവുക. എന്നിട്ട് ഫഖൂലി ലഹു, അബൂബക്കറിനോട് പറയുക, അന്ത അഖീ ഫിൽ ഇസ്ലാം, നീ മുഹമ്മദ് നബിയുടെ സഹോദരൻ തന്നെയാണ്. വഅന അഖൂക, മുഹമ്മദ് നബി നിങ്ങളുടെയും സഹോദരനാണ്. പക്ഷെ വബ്നതുക റസൂലുഹു ലി, നിന്റെ മോൾ എനിക്ക് പറ്റും എന്ന് പറഞ്ഞു കൊടുക്കണം. എന്ന് വെച്ചാൽ ഒട്ടും നിലവാരമില്ലാത്ത വർത്തമാനം പ്രവാചകൻ അബൂബക്കറിനോട് തിരിച്ചു പറഞ്ഞിട്ട് നിർബന്ധിച്ചിട്ടാണ് ആയിഷ ബീവിയെ കല്യാണം കഴിപ്പിച്ചത്. അബൂബക്കർ സിദ്ദീഖ് ആദ്യത്തെ ആലോചനയിൽ തിരസ്കരിച്ചു. അതെങ്ങനെ ശരിയാകുമെന്ന് ചോദിച്ചു. എന്നിട്ട് വീണ്ടും തിരിച്ചയച്ചിട്ടാണ് റെഡിയാക്കിയത് എന്ന് പറയുമ്പോൾ പ്രവാചകനെ ഏത് തലത്തിലാണ് പ്രതിഷ്ഠിക്കുന്നത് എന്ന് നിങ്ങൾ നോക്കണം. 6 വയസ്സുള്ള കുട്ടിയെ കല്യാണം കഴിച്ചു എന്നത് മാത്രമല്ല, ആയിഷ ബീവിയെ പ്രവാചകന്റെ ഭാര്യാപദത്തിൽ ഇരുത്തിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നതിന് വേണ്ടി കൂടിയായിരുന്നു അത്. എന്നിട്ട് എന്ത് പറയുന്നു? റസൂലുള്ളാന്റെ ഈ കാര്യം പറയുമ്പോൾ ആയിഷ ബീവി പറയുന്നതായിട്ട് എഴുതി വെക്കുന്നു, തസവ്വജ ബി റസൂലുള്ളാ, പ്രവാചകൻ എന്നെ വിവാഹം ചെയ്തു, അനബിനത്തു സിത്തി സിനീൻ, എനിക്ക് അന്ന് 6 വയസ്സായിരുന്നു. വ ബനാബി വാന ഇബ്നത്തു 9 സിനീൻ, 9 വയസ്സായപ്പോൾ ഞാനും നബിയും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു. വതൂഫി റസൂലുള്ളാഹി വാന 18, 18 വയസ്സുള്ളപ്പോൾ നബി മരിച്ചും പോയി. ഇതൊക്കെ വായിക്കുമ്പോൾ നിങ്ങൾക്കൊന്നും തോന്നുന്നില്ലേ മുഹമ്മദ് നബിയെ കുറിച്ച്? 6 വയസ്സുള്ളപ്പോൾ എന്നെ കല്യാണം കഴിച്ചു, 9 വയസ്സുള്ളപ്പോൾ ഞാനുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു, 18 വയസ്സുള്ളപ്പോൾ മൂപ്പരങ്ങ് മരിച്ചുപോയി എന്ന് ഒരു പെൺകുട്ടി പറയാണ് റസൂലുള്ളാഹിനെ കുറിച്ച്. ഇത് എഴുതി വെക്കുന്നു ഹദീസിന്റെ കിതാബുകളെല്ലാം. എന്നിട്ട് എവിടെയാണ് മാതൃക? നിങ്ങൾ പറയും. ഈ മുഹമ്മദ് നബി, ഖുർആൻ പറയുന്നു മുഹമ്മദ് നബി ലോകർക്ക് മാതൃകയാണ്. ഇത് പറയുമ്പോ ഈ കമന്റ് തൊഴിലാളികളൊക്കെ വന്നിട്ട് പറയും അന്നത്തെ കാലത്ത് അങ്ങനെയാണ്, അത് ഇന്നത്തെ കാലത്ത് വെച്ചിട്ട് അളന്നാ പറ്റൂല, ഇന്നത്തെ കാലത്ത് ഇങ്ങനെ കല്യാണം കഴിച്ചിട്ടില്ലെന്ന്. അന്നത്തെ കാലത്തും ഇന്നത്തെ കാലത്തും ഞാൻ പലതവണ പറഞ്ഞതാണ്, മുഹമ്മദ് നബി നാട്ടുനടപ്പ് സാധൂകരിക്കാൻ വേണ്ടി വന്ന ഒരാളല്ല. നാട്ടിലുള്ള എല്ലാ ദുരാചാരങ്ങളെയും ഇല്ലാതാക്കി ലോകത്തിന് നല്ല മാതൃക കാഴ്ചവെക്കാൻ വേണ്ടി ദൈവം തമ്പുരാൻ അയച്ചിട്ടുള്ള ദൈവദൂതനാണ് മുഹമ്മദ് നബി. ആ നാട്ടിൽ നടപ്പുള്ള എല്ലാ വൃത്തികേടുകളെയും സാധൂകരിക്കാൻ വേണ്ടി വന്നയാളല്ല. എന്നിട്ട് നാട്ടുനടപ്പിന്റെ കാര്യം പറയുന്നു. ഇത്തരത്തിൽ ആയിഷ ബീവിയെ പ്രവാചകന്റെ പത്നി പദത്തിലേക്ക് കൊണ്ടുവരുന്നതോടുകൂടി മുഹമ്മദ് നബി കൊള്ളാത്ത വ്യക്തിയായി മാറി. ഇനി നമ്മൾ പറയുന്നതനുസരിച്ച് 18 വയസ്സാണെന്ന് വെക്കുക, 20 വയസ്സാണെന്ന് വെക്കുക. ഫാത്തിമ ബീവിയുടെ പ്രായമില്ലാത്ത, തന്റെ ഇളയ മകളുടെ പ്രായമില്ലാത്ത ഒരു കുട്ടിയെ 52 53 വയസ്സുള്ള മധ്യവയസ്കനോ വൃദ്ധനോ ആയിട്ടുള്ള ഒരു മനുഷ്യൻ വിവാഹം ചെയ്യുന്നതിൽ ലോകത്തിന് എന്ത് മാതൃകയുണ്ട്? മറ്റാരെങ്കിലും വിവാഹം ചെയ്താൽ നമുക്കൊരു പ്രശ്നമില്ല. ഞാൻ പറയുന്നു റസൂലുള്ളാഹിന്റെ പ്രവൃത്തികളെല്ലാം സുന്നത്താണ്. പ്രവാചകന്റെ പ്രവൃത്തികൾ ലോകത്തിന് മാതൃകയാണെങ്കിൽ 18 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ 53 വയസ്സുള്ള ഒരു മനുഷ്യൻ വിവാഹം ചെയ്യുന്നതിലെല്ലാം മാതൃക എന്താണ്? അത് നമുക്ക് മനസ്സിലാവില്ല. പടച്ചോന്റെ തീരുമാനമാണ്. പടച്ചോന്റെ തീരുമാനം വേറെ. മുഹമ്മദ് നബിയുടെ സുന്നത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? അഖ്വാലുർ റസൂലി വ അഫ്ആലുഹു വ ഇഖ്റാറുഹു, പ്രവാചകന്റെ വാക്കുകളും പ്രവാചകന്റെ വർത്തമാനങ്ങളും പ്രവാചകന്റെ മൗനവുമാണ് സുന്നത്ത്. അപ്പോൾ എന്താണ് ഇതിൽ മാതൃകയുള്ളത് ലോകത്തിന്? സമൂഹത്തോട് ഇക്കാര്യം എന്താണ് പറയുന്നത്? നമ്മൾ ആലോചിക്കണ്ടേ? അപ്പോൾ പ്രവാചകന്റെ ഭാര്യ അല്ല ആയിഷ ബീവി, പ്രവാചകന്റെ ശിഷ്യയാണ്. ശിഷ്യയാകുന്നതിൽ എന്താ തകരാറ്? അപ്പൊ ചോദിക്കും, ശിഷ്യയുടെ കൂടെ പ്രവാചകൻ ജീവിക്കുന്നു. എന്താ ശിഷ്യയുടെ കൂടെ? ശിഷ്യയോടൊപ്പം പ്രവാചകൻ, മഹാഗുരുവായ പ്രവാചകൻ ശിഷ്യയോടൊപ്പം അല്ലേ? മറിയം ബീവിയോടൊപ്പം സക്കരിയ നബി ജീവിച്ചിട്ടില്ലേ? ഖുർആൻ പറയുന്നില്ലേ? വകഫലഹ സക്കരിയ, മറിയം ബീവിയെ സക്കരിയ നബി ഏറ്റെടുത്തു.
മറിയം ബീവിയെ സക്കരിയ നബി ഏറ്റെടുത്തു, കല്യാണം കഴിച്ചു എന്നാണ് അതിന്റെ അർത്ഥം. എന്നിട്ട് മറിയം ബീവിയുള്ള റൂമിലേക്ക് സക്കരിയ നബി കടന്നുപോയില്ലേ, വദഖല അലൈഹാ സക്കരിയൽ മെഹ്റാബ. സക്കരിയ നബി മറിയം ബീവിയുടെ റൂമിലേക്ക് കടന്നുപോയി. വജദ ഇൻദഹാ റിസ്ഖ. ഖുർആൻ പറയുന്നില്ലേ, ഗുരുശിഷ്യ ബന്ധം മനസ്സിലാകൂല, ഈ ശരീഅത്തിന്റെ മേൽപ്പാളി മാത്രം എടുത്ത് നടക്കുന്ന, വെറും ബാഹ്യാഭരണം മാത്രമെടുത്ത് നടക്കുന്ന, ആചാരാനുഷ്ഠാനങ്ങളിൽ അഭിരമിച്ച് താടിയുടെ ഇഞ്ചും വസ്ത്രത്തിന്റെ ഇഞ്ചും അളന്ന് ഇസ്ലാമിനെയും ഈമാനിനെയും തീരുമാനിക്കുന്ന മൊല്ലമാർക്കും മൗലവിമാർക്കും തിരിയൂല, ഗുരുശിഷ്യ ബന്ധം മനസ്സിലാവില്ല. അത് മനസ്സിലാകണമെങ്കിൽ മറിയം ബീവിയെയും സക്കരിയ നബിയെയും പഠിക്കണം. ഖുർആൻ പറയുന്നുണ്ട്, ആയിഷ ബീവി പ്രവാചകന്റെ പ്രിയപ്പെട്ട ശിഷ്യയാണ്. തന്റെ ആത്മരഹസ്യങ്ങളെല്ലാം ഓതിക്കൊടുത്ത, തന്റെ ജ്ഞാനത്തിന്റെ സൂത്രവാക്യങ്ങൾ ഓതിക്കൊടുത്ത, തന്റെ ഉള്ളിൽ അറിവിന്റെ നിറവ് തുള്ളിത്തുളുമ്പുമ്പോൾ അത് പകർന്നുകൊടുത്ത പ്രവാചകന്റെ പ്രിയപ്പെട്ട ശിഷ്യയുടെ പേര് ആയിഷ. തന്റെ പ്രിയപ്പെട്ട സുഹൃത്തിന്റെ മകൾ, തന്റെ മടിയിൽ ജനിച്ചു വളർന്ന കുട്ടി. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, പ്രവാചകൻ അബൂബക്കർ സിദ്ദീഖിന്റെ വീട്ടിൽ രാവും പകലും 2ഉം 3ഉം നേരം പോകുമ്പോൾ അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്ന പിഞ്ചു ബാലിക പ്രവാചകൻ എടുത്ത് മടിയിലിരുത്തി വളർത്തുന്ന ഒരു കുട്ടിയെ കല്യാണം കഴിക്കാൻ പ്രവാചകൻ പള്ളിയിലെ ഉസ്താദല്ല, പ്രവാചകൻ അള്ളാഹുവിന്റെ മഹാദൂതനാണ്. തന്റെ മടിയിൽ കളിച്ചു വളർന്ന്, തന്റെ ഒക്കത്ത് കളിച്ചു വളർന്ന്, തന്റെ കൂടെ എപ്പോഴും 24 മണിക്കൂറും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയെ വലുതായാൽ കല്യാണം കഴിക്കണമെന്ന് പറയാൻ മുഹമ്മദ് നബി നിങ്ങൾ കണ്ട ഉസ്താദല്ല, പള്ളിയിലെ മുസ്ലിയാരോ മൗലവിയോ അല്ല, അത് മഹാദൂതനാണ്, അള്ളാഹുവിന്റെ പ്രവാചകനാണ്. ആ പ്രവാചകനെ കുറിച്ച് ഈ വൃത്തികേട് പറയുന്നത്. ഞാൻ കഴിഞ്ഞതിന്റെ മുമ്പത്തെ ആഴ്ച വലിയ ഖുതുബയിൽ പറഞ്ഞില്ലേ ഒരു ഹദീസ്, അബ്ബാസ് ഒരു കുഞ്ഞിനെയും ഒക്കത്തിരുത്തി പ്രവാചകന്റെ മുന്നിലേക്ക് വന്നപ്പോ ആ കുഞ്ഞിനെ നോക്കിയിട്ട് പ്രവാചകൻ പറഞ്ഞു എന്ന് ഇവർ എഴുതി വെച്ചിരിക്കുന്നു. എന്താ എഴുതി വെച്ചിരിക്കുന്നത്? ഞാനെങ്ങാനും ഈ കുട്ടി വലുതാകുമ്പോ, ഈ കുട്ടിക്ക് പ്രായപൂർത്തിയാകുമ്പോ ഞാൻ ഉണ്ടായിരുന്നുവെങ്കിൽ ആ കുട്ടിയെ ഞാൻ കല്യാണം കഴിക്കുമായിരുന്നു എന്ന്. ഫഖാല റസൂലുള്ളാഹ് ലഇൻ ബലഗത് ഹാദിഹി വഅന ഹയ്യുൻ ലഅതസവ്വജന്നഹ. ഒക്കത്തിരുത്തുന്ന 2 വയസ്സുള്ള കുട്ടിയുടെ മുഖത്ത് നോക്കിയിട്ട്, മുലപ്പാലിന്റെ മണം മാറാത്ത, പിഞ്ചുകാലിന്റെ ചുവപ്പ് മാറാത്ത കുട്ടിയുടെ മുഖത്ത് നോക്കിയിട്ട് ഒരു മഹാദൂതൻ പറയുന്നു, ഈ കുഞ്ഞിന് പ്രായപൂർത്തിയാകുമ്പോൾ ഞാൻ ഉണ്ടെങ്കിൽ കല്യാണം ലഅതസവ്വജന്നഹ, ഞാൻ കല്യാണം കഴിക്കുമെന്ന്. ഈ കിതാബ് കത്തിക്കണ്ടേ? ഈ കിതാബും പള്ളിയിലും മെഹ്റാബിലും മിമ്പറിലും വെച്ചിട്ട് പൂജിച്ചിട്ട് പഠിപ്പിച്ചു കൊടുക്കുന്നുവെങ്കിൽ നിങ്ങൾ ഏത് ദൂതനെയാണ് പഠിപ്പിക്കുന്നത്? ഏത് പ്രവാചകനെയാണ് പഠിപ്പിക്കുന്നത്? അങ്ങനെയുള്ളൊരു കുട്ടിയല്ലേ ആയിഷ. അബൂബക്കർ സിദ്ദീഖിന്റെ വീട്ടിലേക്ക് പോകുമ്പോൾ മിഠായി കൊടുക്കുന്ന, കളിപ്പിക്കുന്ന, കൊഞ്ചിക്കുന്ന, കവിളിൽ മുത്തം കൊടുക്കുന്ന ഒരു കുഞ്ഞ്. ആ കുഞ്ഞ് വളർന്നു വന്നപ്പോൾ തന്റെ ശിഷ്യയാക്കി മാറ്റിയ ദൂതനെ കാണാതെ കാമം തീർക്കാൻ വേണ്ടി 9ാം വയസ്സിൽ ബെഡ്റൂമിലേക്ക് കൊണ്ടുപോയി എന്ന് എഴുതി വെക്കാൻ ഉളുപ്പില്ലേ നിങ്ങൾക്ക് മഹാപ്രവാചകനെ കുറിച്ച്, അള്ളാന്റെ റസൂലിനെ കുറിച്ച്? എന്നിട്ട് ഭാര്യയാണ് എന്ന് പറയുക. ആരാ റസൂൽ? ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. മാതൃക, മഹാമാതൃക. ഇങ്ങനെ പ്രവാചകനെ നിന്ദിക്കാൻ മറ്റാർക്ക് സാധിക്കും? ഇങ്ങനെ പ്രവാചകനെ ഇകഴ്ത്താൻ മറ്റാർക്ക് സാധിക്കും? ആലോചിച്ചു നോക്കൂ നിങ്ങൾ. ഞാൻ പറയുന്നു, ആയിഷ ബീവി എന്ന ഒരു ബിംബത്തെ പ്രവാചകന്റെ പത്നി പദത്തിലേക്ക് കൊണ്ടുവന്നതിന്റെ ഉള്ളിൽ കൃത്യമായ അമവി രാഷ്ട്രീയമുണ്ട്, രാജരാഷ്ട്രീയമുണ്ട്. ആ ബിംബം ഉപയോഗിച്ചുകൊണ്ടാണ് പ്രവാചകനെ തേജോവധം ചെയ്തത്. ഇത് മനസ്സിലാക്കാത്ത കാലത്തോളം ആയിഷ ബീവി പ്രവാചകന്റെ ഭാര്യയാണെന്ന് പറഞ്ഞു നടക്കും. ആയിഷ ബീവി പ്രവാചകന്റെ ശിഷ്യയാണ്, 100 വട്ടം ശിഷ്യയാണ്. അത് മനസ്സിലാക്കിയാൽ മാത്രമേ ആയിഷ ബീവിയിലൂടെ വന്നിട്ടുള്ള ജ്ഞാനപ്രവാഹത്തെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹൽ അലീം ലി വലക്കും വഅസ്തഗ്ഫിഹി അന്നി വഅൻകും വഅൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈന ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. الصلاة والسلام على سيدنا محمد سيد الكونين محبوب رب المشرقين والمغربين خاتم الأنبياء سيد المرسلين مراد المشتاقين محبوب العاشقين جد الحسن والحسين صاحب الحرمين وابن الذبيحين سيدنا محمد بن عبد الله بن عبد المطلب صلى الله عليه وعلى آله وصحبه الذين جاهدوا بأموالهم في سبيل الله وباعوا نفوسهم لدين الهدى رضي الله عنهم ورضوا عنه ذلك لمن خشي ربه. إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما.
സഹോദരന്മാരെ, സഹോദരികളെ, തഖ്വയുള്ളവരായിരിക്കണമെന്ന് ഒന്നുകൂടി ഉണർത്തുകയാണ്. രണ്ടാം ഖുത്ബയിൽ 1-2 കാര്യങ്ങൾ നിങ്ങളെ ഉണർത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, നമ്മുടെ ഈ ഓഫീസ്, നിങ്ങളിപ്പോൾ ഈ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഈ പ്രാർത്ഥനാ മുറിയും ഇതിനപ്പുറത്തുള്ള ഓഫീസ് സമുച്ചയവും ഇന്ന് ഈ ജുമയോടുകൂടി ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. ഇവിടെ ഒരുപാട് പണികൾ ബാക്കിയുണ്ട്. ഫണ്ട് ഇല്ല. ഒരു 2-3 ലക്ഷം രൂപ കൂടി വേണം നമുക്ക് ഇവിടുത്തെ ഫർണിച്ചറും കാർപ്പറ്റും അതുപോലെ അപ്പുറത്ത് ഓഫീസ് സംവിധാനങ്ങളൊക്കെ പൂർത്തീകരിക്കാൻ. ഇപ്പൊ കഴിയുന്ന ആളുകൾ പരമാവധി സഹായിക്കണം. പിന്നെ മറ്റൊന്നുള്ളത്, നമ്മൾ കഴിഞ്ഞ 4 വർഷമായി നടത്തിവരുന്ന ഉദ്ഹിയ്യത്ത് രക്തബലിയല്ല, സമർപ്പണമാണ് എന്ന ഒരു മുദ്രാവാക്യത്തോടുകൂടി നാം കഴിഞ്ഞ 4 വർഷമായി ഉദ്ഹിയ്യത്തിന്റെ മറ്റൊരു ബലിരൂപം സമൂഹത്തിൽ സമർപ്പിച്ചിട്ടുണ്ട്. ഏതാണ്ട് 10-70ഓളം കുടുംബങ്ങൾ നമ്മുടെ ഉദ്ഹിയ്യത്തിന്റെ സൗകര്യങ്ങൾ സ്ഥിരമായി ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു മൃഗത്തിന്റെ കഴുത്തിൽ കത്തിവെച്ച് ചോര ചീറ്റുമ്പോൾ തൃപ്തിപ്പെടുന്ന ഒരു ദൈവസങ്കല്പമല്ല, മറിച്ച് സമർപ്പണം എന്ന് പറയുന്ന ബലിയിലൂടെ ദൈവത്തിന്റെ കാരുണ്യത്തിലേക്ക് അടുക്കുന്ന ഒരു ദൈവസങ്കല്പമാണ് ഇസ്ലാം മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അതിനാൽ ഈ വർഷവും നമ്മൾ സമർപ്പണ ബലി അതിന്റെ രൂപത്തിൽ നടത്താൻ ആഗ്രഹിക്കുന്നുണ്ട്. ഒരാൾക്ക് 5000 രൂപ വെച്ച് കഴിയുന്ന ആളുകൾ അതിൽ സംബന്ധിക്കുക. കഴിഞ്ഞ വർഷം ഏതാണ്ട് 10-60ഓളം ആളുകളാണ് ബലിയിൽ സംബന്ധിച്ചിട്ടുള്ളത്. അപ്പോൾ രക്തബലിയല്ല, സമർപ്പണമാണ് ബലി. ഈ ഒരു രീതി സ്വീകരിച്ചുകൊണ്ട് ഇതിൽ പങ്കെടുക്കുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ നാട്ടിലുള്ള രക്തബലിയിലും പങ്കെടുക്കുന്നു, ഉദ്ഹിയ്യത്ത് നമ്മൾ പറയുന്ന ഈ സമർപ്പണ ബലിയിലും പങ്കെടുക്കുന്നു. ആരെയും എല്ലാം അങ്ങനെ തട്ടിമുട്ടിക്കൊണ്ടുപോകുന്ന ആ ഒരു ശൈലി അത്ര നല്ലതല്ല. കാരണം രക്തബലി എന്ന് പറയുന്ന സങ്കല്പത്തെ മനസ്സിൽ നിന്ന് മാറ്റണം. മൃഗത്തിന്റെ കഴുത്തിൽ കത്തിവെച്ചിട്ട് ചീറ്റുന്ന രക്തത്തിൽ തൃപ്തിപ്പെടുന്നവൻ അല്ലാഹു എങ്കിൽ നിങ്ങൾക്ക് അല്ലാഹുവിനെ മനസ്സിലായിട്ടില്ല. അങ്ങനെ ഒരു മൃഗത്തിന്റെ കഴുത്തിൽ കത്തിവെച്ച് ചീറ്റുന്ന രക്തത്തിൽ തൃപ്തിപ്പെടുന്ന ഒരു ദൈവത്തെ ഖുർആൻ പരിചയപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് ആ സങ്കല്പം നിങ്ങൾ അങ്ങ് ഒഴിവാക്കണം. ഇത് ആർക്കൊക്കെയോ ഉപജീവിക്കുന്നതിന് വേണ്ടി പഴയ ഗോത്ര ആചാരം ഇസ്ലാമിലേക്ക് അടിച്ചേൽപ്പിച്ചതാണ്. ഖുർആനിലില്ല, ഇസ്ലാമിലില്ല. പ്രവാചകൻ അറുത്തിട്ടില്ല. അറുത്തു എന്ന് പറഞ്ഞത് കള്ളമാണ്. ഞാനത് പറഞ്ഞിട്ടുണ്ട്. 63 ഒട്ടകം പ്രവാചകൻ തന്റെ സ്വന്തം കൈകൊണ്ട് അറുത്തു എന്ന് ബുഖാരി എഴുതി വെച്ചത് പച്ച കള്ളമാണ്. 63 ഒട്ടകത്തെ അറുക്കാൻ ഏറ്റവും ചുരുങ്ങിയത് 630 മിനിറ്റ് വേണം. 630 മിനിറ്റ് എന്ന് പറയുന്നത് 10.5 മണിക്കൂറാണ്. പക്ഷേ പ്രവാചകൻ 2 മണിക്കൂർ കൊണ്ട് ഇതെല്ലാം അറുത്ത് തീർത്തിട്ട് അപ്പുറമുള്ള 12 കിലോമീറ്റർ അകലെയുള്ള ഹറമിൽ പോയിട്ട് ദുഹ്ർ നിസ്കാരത്തിന് എത്തിയെന്ന് പറയുന്ന ആ കള്ളമുണ്ടല്ലോ, ഈ കള്ളം എഴുതി വെച്ച ബുഖാരി അടക്കമുള്ള കിതാബുകളിൽ നമ്മൾ പരിശോധന നടത്തണം. പ്രവാചകൻ അറുത്തിട്ടില്ല. അതുകൊണ്ട് അറബ് എന്ന് പറയുന്ന കലാപരിപാടി, ഈ ബലിയറക്കുന്നതിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ബലിയറക്കുക എന്ന കലാപരിപാടി ഇസ്ലാമികമല്ല. അത് ഗോത്ര ആചാരമാണ്, മുആവിയയുടെ ഗോത്ര ആചാരമാണ്. ആ ആചാരത്തെ അങ്ങനെ തന്നെ ഇസ്ലാമിന്റെ പേരിൽ നടപ്പിലാക്കിയതാണ്. നിങ്ങൾ അകമ്പുരുളിന് കാശ് തരണ്ട, പക്ഷേ നിങ്ങൾ ഈ പരിപാടി അവസാനിപ്പിക്കണം. എന്നിട്ട് നിങ്ങളുടെ കുടുംബത്തിലുള്ള പാവപ്പെട്ടവർക്ക് കൊടുക്കുക കാശ്. നിങ്ങളുടെ കുടുംബത്തിലെ പാവപ്പെട്ടവർക്ക് കൊടുക്കുക. എളാമ്മമാരോ മൂത്തന്മാരോ അയൽവക്കക്കാരോ ഒക്കെ ഉണ്ടാവൂലേ, അവർക്ക് കൊണ്ടുപോയി കൊടുക്കുക. അതാണ് ബലി. അതിനാണ് ബലി എന്ന് പറയാ. അതാണ് പെരുന്നാൾ സന്തോഷം. അല്ലാതെ ഈ മൃഗത്തെ പിടിച്ചറക്കലല്ല. എന്നിട്ട് വലിയ ത്യാഗമാണ്. ഇതിന്റെ പുറത്ത് കയറിയിട്ടാണ് സ്വർഗത്തിലേക്ക് പോകാന്നൊക്കെ പുരോഹിതന്മാർ നമ്മൾ പറഞ്ഞു പറ്റിക്കുകയാണ്. തെറ്റാണത്. അപ്പോൾ നമ്മളുടെ ഈ പ്രാവശ്യവും സമർപ്പണ ബലിയുണ്ട്. അതിന്റെ വിശദാംശങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാകും. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വഖാദിൽ ഹാജാത്ത് طيب ثراهم وجعل الجنة مأواهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم وآخر الدعاء الحمد لله.